അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോയമ്പത്തൂർ വരെ ഒന്ന് പോവുകയാണേ. അവിടെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. മോൻ്റെ കൂട്ടുകാരൻ്റെ വിവാഹമാണ്. ജാവേദ് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരാണ്. നമ്മൾ മസിനഗുഡി വഴി ഓട്ടിക്ക് പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ജാവേദിൻ്റെ കുടുംബക്കാരെ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ വാപ്പ, ഉമ്മ, സഹോദരി, അവരുടെ കുടുംബം ഫുള്ള് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ജാവേദ്. അപ്പോൾ ജാവേദിൻ്റെ വിവാഹമാണ്. അതിൽ പങ്കെടുക്കാനായിട്ട് പോകണം. 3 ദിവസത്തെ പ്രോഗ്രാമാണ്. പക്ഷേ ഞങ്ങൾ 2 ദിവസം നിൽക്കത്തുള്ളൂ. ഇന്ന് മൈലാഞ്ചി, നാളെ കല്യാണം ഒക്കെയാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 6:30 വീട്ടിൽ നിന്ന് തിരിച്ചു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളും, കുതിരാൻ തുരങ്കം കണ്ടിട്ടില്ലാത്തവർക്ക് അതൊക്കെ കാണാം. കണ്ടിട്ടില്ലാത്ത വെറൈറ്റി കുറേ ചടങ്ങുകൾ, കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഞങ്ങൾ വേണ്ട ചിക്കു ഇങ്ങോട്ട് തിരിഞ്ഞേടാ മോനെ. ഞങ്ങളുടെ ചിക്കു നമ്മുടെ റുക്കുവിൻ്റെ സഹോദരന് കേട്ടോ. ഞങ്ങൾ വേണ്ട ഫുഡ് കഴിക്കാനായിട്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നത്. അനുഗ്രഹ. അപ്പൊ ചിക്കു എന്ന് പറയുന്നത് നമ്മുടെ റുക്കുവിൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ് കേട്ടോ. അവൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അവനെ കൂടിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എന്തോ വേണ്ടത് എനിക്ക് വൈദ്യ അനുഗ്രഹ ചിക്കു മസാല 3 പേരും 3 വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഞാൻ അതെ. പപ്പാക്ക് പൂരി വന്നിട്ടുണ്ട് കേട്ടോ. പപ്പ അതെ പൂരി കഴിക്കുകയാണേ. വട വന്നിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ വട. എനിക്ക് മൊരിഞ്ഞത് മതി. മോനെ വേട പടയട. വട എടുത്ത ചമ്മന്തിക്കകത്തോട്ട് നോക്കിയിട്ടതാ. മസാല ദോശ രാജാവേ വന്നു. എനിക്ക് നെയ് റോസ്റ്റാണ് വേണ്ടത്. നല്ല നെയ് റോസ്റ്റ്. നെയ് റോസ്റ്റ് അങ്ങോട്ട് മുക്കിയിട്ട് വെച്ചിട്ട് നമ്മുടെ സാമ്പാറിൽ കോയമ്പത്തൂർ 121 കിലോമീറ്റർ. പിന്നെ നമ്മള് തിരുവനന്തപുരം, വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന ദൂരം ഉണ്ടല്ലേ മോനെ? എല്ലാടാ ചിക്കപ്പ? നമ്മളതിനേക്കാളും മുന്നേ. ഞങ്ങള് ചാലക്കുടി എത്തിയിട്ടുണ്ട്. ചാലക്കുടിയാണോ? അതെ. ഇവിടെ ഒന്ന് ഇറങ്ങി എന്താ ഫുഡ് ഫാക്ടറി കയറി ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് ഫാക്ടറി
ഞങ്ങളുടെ ചിക്കുവിന്റെ തട്ടകമാണ് എറണാകുളം. അവിടെ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് അവനറിയാം, ഇവിടെ എല്ലാം അറിയാം, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമൊക്കെ ഇവനറിയാം. നമ്മുടെ റുക്കു ഇല്ലേ, റുക്കുവിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ്, എൻ്റെ മാമാടെ മോനാണ്. നല്ല ചൂട്. അപ്പോൾ ഒരു ബന്ധം മാത്രമല്ല, റുക്കുവിൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിൽ വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഉമ്മയുടെ ആങ്ങളെയാണ്. അപ്പോൾ എല്ലാം ബന്ധം തന്നെയാണ് കേട്ടോ. തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ചിക്കപ്പനി ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഊണ് പറഞ്ഞിട്ടുണ്ട്. ചിക്കുവിന് ബിരിയാണി. ഒരു ഹായ് പറഞ്ഞേക്ക് ചിക്കു. ഇനി ആദ്യമായിട്ടാണ് വിളിക്കാൻ വരും. ഞങ്ങൾ 3 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ വന്നപ്പോഴേക്കും ചോറും ഒക്കെ തീർന്നു കഴിഞ്ഞ് കറികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് മീൻകറിക്ക് ഓർഡർ ചെയ്തു, കണവ റോസ്റ്റ്. അവന് ചിക്കുവിന് നമ്മൾ ബിരിയാണിയും ഓർഡർ ചെയ്തു. ഉള്ളതും കൂട്ടി കഴിച്ചിട്ട് പോവുക. മണ്ണുത്തി അഗ്രികൾച്ചറൽ റിസർച്ച് സെൻ്ററൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വെട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പൊ നമ്മളിനി തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് കടക്കുകയാണ് കുട്ടികളെ, കടക്കുകയാണ്. ഈ വശം മുഴുവനും തെങ്ങും തോപ്പും ഇതുമല്ല. മറു സൈഡിതാ പാലക്കാട് ആകാറായിട്ടുണ്ട്. നമ്മുടെ കുതിരാൻ ഈ സാമാനം ഒന്ന് മേളോട്ട് വെച്ച് ഇതാണ്ട കുതിരാൻ തുരങ്കം. അങ്ങനെ നമ്മൾ കുതിരാനിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. മസിനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോയ സമയത്തും ഇതുപോലെ നമ്മൾ ഈ തുരങ്കത്തിൽ കൂടി കോയമ്പത്തൂരി എന്ന് പോകുന്ന പാലക്കാടായപ്പോ ഈ തുരങ്കം നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണേ. തിരിച്ചു വന്നപ്പോഴും അങ്ങോട്ട് പോയപ്പോഴും. നമ്മുടെ കുതിരാൻ തുരങ്കം കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടോളൂ. 1 വർഷം മുമ്പ് നമ്മളിതിലെ വന്നതാണ്. ഇതാ നമ്മള് തുരങ്കം തീർന്നത് വെളിയിലേക്ക് ഇറങ്ങിയായി. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നു. കൊടുക്കണ്ട, അങ്ങനെ പോകും. എത്ര എണ്ണ പൊന്നോ, ചക്ക കിടക്കുന്ന കേട്ടോ, കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നു. നോക്കിക്കേ. അയ്യോ, നമ്മളിതാ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ടേ. വടക്കാഞ്ചേരി ഇങ്ങനെ പോവുകയാണ്. പാലക്കാടിന്റെ ഭംഗിയാണ് ഇനി കാണാൻ പോകുന്നത്. പിന്നെ പാലക്കാട് ലുലുമാള് കണ്ടില്ല എന്ന് ഇനി ആരും പറയരുതേ. നമ്മുടെ പാലക്കാടിന്റെ ലുലു എല്ലാം ഒരേ കളർ അല്ലേ, ഒരേപോലെ തോന്നും നമുക്ക്. ലുലു എല്ലാം ഒരേപോലെ തോന്നും. നമ്മുടെ പാലക്കാട് ലുലു ആടെ ഇത് കണ്ടല്ലോ, ലുലു ഹൈപ്പർ മാർക്കറ്റ്. യാക്കരപ്പുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്.
നല്ല രസമുണ്ടല്ലേ? നമുക്ക് ടൗണിൽ, പാലക്കാട് ടൗണിൽ നമുക്കൊരു ഇത് മേടിക്കണം. കാരണം കോയമ്പത്തൂര് എന്നിട്ടേ ചിലപ്പം ഈ സന്ധ്യ ആയി കഴിഞ്ഞാലേ നടക്കത്തില്ല. പെണ്ണിനും ചെറുക്കനും കൊടുക്കാനുള്ള പ്രസന്റേഷനൊക്കെ പാലക്കാട് നിന്ന് വാങ്ങിയിട്ടാണ് ഞങ്ങൾ കോയമ്പത്തൂരിന് പോകുന്നത്. നമ്മളതാ കോയമ്പത്തൂരെത്തി. ഇനി ഒരു 7 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എത്തും. ചെറിയുള്ളിയും സവോളയും കണ്ടതോ കണ്ടോ എല്ലാം വെക്കുന്ന ഇഷ്ടം പോലെ. 6 മണിയായി. ഞങ്ങളിതാ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം രാത്രിയിലായിരുന്നു ഞങ്ങളെ. 9 മണിയൊക്കെ ആയി അന്ന്. അപ്പൊ നിറയെ ലൈറ്റും ഉത്സവവും ഒക്കെ ആയിരുന്നു ഇവിടെ അമ്മൻകോവിലില്. രണ്ട് ദിവസം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് റൂം എടുക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ജാവേദും അവരുടെ വാപ്പയും സമ്മതിച്ചില്ല. ജാവേദിൻ്റെ ഉമ്മയുടെ അനുജത്തിയുടെ വീട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. മുസ്ലിംസ് അവിടെ ഈ കെട്ടിടം കണ്ടോ, എന്ത് ഭംഗിയെന്ന് നോക്കിയേ. നല്ല ഭംഗിയുണ്ട്. മാളോ സിനിമാ തിയേറ്ററോ എന്തോ ആണ്. അപ്പൊ നമ്മളിതാ കറക്റ്റ് ലൊക്കേഷൻ അവർ വിട്ടു തന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി 8:30 മണിയായപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക്, അതിൻ്റെ ഹോള്, മൈലാഞ്ചി നടക്കുന്ന ഹോളിലേക്ക് പോകാനായിട്ട് എല്ലാവരും ഒരുങ്ങുകയാണ്. ജാവേദിൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മോളാണിത്. ഞങ്ങൾക്ക് ഈ വീട്ടിലാണ് ഞങ്ങളുടെ താമസമൊക്കെ കേട്ടോ. ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മോളുടെ പേര് പറയടാ. അൽഫിയ. അൽഫിയ ഡിഗ്രി 2nd ഇയർ ആണ് അല്ലേ? അപ്പോൾ അതാ നമ്മള് മൈലാഞ്ചി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കുട്ടികളെ. നമ്മൾ കോയമ്പത്തൂർ വന്നു. നമ്മുടെ ജാവേദിൻ്റെ കല്യാണം. അപ്പോൾ നമുക്ക് ജാവേദിൻ്റെ പെണ്ണിൻ്റെ മൈലാഞ്ചി ഇടുന്ന ചടങ്ങ് കാണാനായിട്ട് പോവുകയാണ്. പപ്പായും ചിക്കും ഞാനും കൂടി. നമുക്കിവിടെ അവരുടെ ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് നമുക്കെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്, താമസ സൗകര്യമൊക്കെ. ഇപ്പോൾ അതാണ്ട നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയ ഇതാണ് ആയിഷ മഹാൾ കോയമ്പത്തൂർ. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ജാവേദിൻ്റെ മൈലാഞ്ചിയിടൽ ചടങ്ങ് നടക്കുന്നത്. നമ്മൾ ഇതിൻ്റെ തിയേറ്ററിലൊക്കെ സ്ക്രീൻ 1, 2, 3 എന്നില്ലേ. അപ്പോൾ ആയിഷ മഹാൾ 1, ആയിഷ മഹാൾ 2, ആയിഷ മഹാൾ 3. നമ്മളപ്പോൾ 3യിലേക്കാണ് പോകുന്നത്. കണ്ടാക്കി എന്താ എൻ്റെ പൊല്ലി കോയമ്പത്തൂര് ഓഡിറ്റോറിയമാണേ. നോക്കിക്കേ, അടിപൊളി അടിപൊളി അടിപൊളി. അമ്മ 1, 2, 3 ഉണ്ട്. അപ്പം 3യിലാണ് നമ്മൾക്ക് ചടങ്ങ് നടക്കുന്നത്. കണ്ട, ഇതാണ് ഐഷ മഹാൾ. രാത്രിയിലാണ് ചടങ്ങ്. കണ്ട, അപ്പം ഈ 3ലും ഓരോ ചടങ്ങുകൾ നടക്കുകയാണ് കേട്ടോ. ഇതിലാണ് നമ്മളുടെ ജാവേദിൻ്റെ മുഹമ്മദ് ഹബീബി. എന്താ ഓഡിറ്റോറിയമാണ് ഇത് കേട്ടോ. ഈ ഒരു വലിയ ഉരുളിയാണിത് കണ്ടോ. മനസ്സിലായോ? ഇതാ വലിയ ഒരു ചെമ്പ് വാർപ്പെന്നൊക്കെ പറയത്തില്ലേ, ആ മോഡലിൽ വന്നിട്ട് ഇതാ ഹാലജൻ ബൾബ് ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. ഇനി നാളത്തെ വിവാഹം ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ നോക്കിക്കോ, അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് 1, 2, 3.
അപ്പം നമ്മൾ 3യിലേക്ക് പോവുകയാണേ. ഇത് കണ്ടിട്ടേ ശരിക്കും നമ്മുടെ ഒന്നീ ഒരു വിമാനത്താവളം ഇല്ലയോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ അത് തോന്നുന്നില്ലേ? കേട്ടോ, അടിപൊളി. എന്നാ അവിടെ ഇരിക്കട്ടെ, അടച്ചേരും. സിബിടണ്ട. നമ്മുടെ ആച്ചിപ്പൊന്നിൻ്റെ കൂട്ട് തണ്ട സൈക്കിളെ കറങ്ങുന്നുണ്ട്. വലിയൊരു മൈതാനമാണ് ഇത് കേട്ടോ. ഇതിനകത്താണ് ആയിഷ മഹാൾ. നമ്മുടെ ജാവേദ്. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ചെറുപ്പകാലത്ത് മദ്രാസ്, ഇന്നത്തെ ചെന്നൈയിലായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വെക്കേഷന് ഞങ്ങളുടെ കുട്ടിക്കാലം മുഴുവനും ഈറോഡ്, സേലം, കോയമ്പത്തൂർ, അതുപോലെ തന്നെ ചെന്നൈ, ഇന്നത്തെ മദ്രാസ് ഈ ഭാഗത്തൊക്കെ ആയിരുന്നു. എന്നാൽ പോലും വളരെ കാലങ്ങൾ നമ്മൾ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നു എങ്കിൽ പോലും ഒരിക്കൽ പോലും മുസ്ലിം തമിഴ് വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ ആദ്യത്തെ അനുഭവമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കുറേ ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ നമുക്കിതൊരു അത്ഭുതം തന്നെയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ചടങ്ങുകളും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇച്ചിരി ദീർഘമായിട്ട് തന്നെ എടുക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് കാണുക കേട്ടോ, നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഊട്ടിക്ക് പോയ സമയത്ത് ഇവരുടെ വീട്ടിൽ ഇത് ജാവേദിൻ്റെ ഉമ്മയും പെങ്ങളുമാണ് നിൽക്കുന്നത്. അവരുടെ വീട്ടിൽ നമ്മൾ ഒരു ദിവസം താമസിച്ചിട്ടാണ് പിറ്റേ ദിവസം ഊട്ടിക്ക് പോയത്. ആ വീഡിയോ ഒക്കെ വിശദമായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. നല്ല സ്നേഹമുള്ളവരാണ്. നമ്മളെ കണ്ടതേ ഓടി വന്നു ഇവർ രണ്ടുപേരും, ഉമ്മയും പെങ്ങളും. ഭയങ്കര സ്നേഹമാണ് ഇവർക്ക് കേട്ടോ. പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാർ ഭയങ്കര സ്നേഹമുള്ളവരാണ് കേട്ടോ. സ്നേഹിച്ചാൽ ഉയിര് കൊടുത്ത് സ്നേഹിക്കുന്നവരാണ് തമിഴ്നാട്ടുകാർ കേട്ടോ. ഇവരുടെ വാപ്പ പാലക്കാട്ടുകാരനും ഉമ്മ തമിഴ്നാട്ടുകാരിയുമാണ്. ഭയങ്കര സ്നേഹമാണ് ഇവർക്ക്. നമ്മുടെ ജാവേദ് ഇതാ പുതിയാപ്പളയായിട്ട് ഒരുക്കി വരുന്നുണ്ട്. എടുത്തു. വലൈക്കും സലാം. ഇതാണ് നമ്മുടെ ജാവേദ് പുതിയാപ്പള. പഴക്കതുപോലെ അവിടെ അങ്ങിരിക്കുന്നുണ്ട്. ഇത് ജാവേദിൻ്റെ അനിയത്തി സിസ്റ്ററുടെ വീട്ടിലാണ് നമുക്ക് താമസ സൗകര്യമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. മോളെ അറിയാമല്ലോ, കഴിഞ്ഞ നേരത്തെ വീഡിയോയ്ക്ക് അത് കണ്ടിട്ടുണ്ടല്ലോ. ഇത് അൽഫിയ, അനിയത്തി സിസ്റ്ററിൻ്റെ മോളാണ്. നോക്കിക്കോ, കേട്ടൊന്ന് നോക്കിയാൽ രണ്ടുപേരും കൂടെ. ഇതല്ല അച്ഛൻ്റെ മരുമതോ ഒക്കെയോ നടക്കാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ വെറ്റില പാക്ക് ഇതൊക്കെ അടുക്കുകയാണ് കേട്ടോ, ഓരോ താരത്തിൻ്റെ അകത്ത്. എന്താ പഴം, ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൈലാഞ്ചി, വെറ്റില, ഇതെല്ലാം ഇതാണ് ഇവിടുത്തെ ചടങ്ങ് കേട്ടോ. അതിനകത്ത് എന്തുവാ കിടക്കുന്നത്? ആ ബ്ലാക്ക് കളർ എന്താണ്? ബ്ലാക്ക് കളർ അതെന്തുവാ? ഇതെന്തുവാ? അതെന്നെ പാക്ക. അത് പാക്കാണ് കേട്ടോ. ഇവിടുത്തെ ചടങ്ങ് ഭയങ്കര ചടങ്ങാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് കാണാം. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ചടങ്ങല്ലേ. നമ്മളെപ്പോഴും മലയാളികളുടെ വിവാഹവും കാര്യങ്ങളല്ലേ കാണുന്നത്. ഏറ്റവും അടിയിലത്തെ തട്ടില്
തേങ്ങയാണ്, ഈ പൊതിച്ച തേങ്ങയുണ്ടല്ലോ, തേങ്ങയാണ് ഈ വെച്ചിരിക്കുന്നത് കേട്ടോ. അതിന്റെ മുകളിൽ പച്ചക്കായ. ഇത് പച്ചക്കായയാണ് കേട്ടോ, പഴുത്തതല്ല, പച്ചക്കായയാണ്. അതിൽ സൈഡവി ചക്കര അതിലേക്ക് നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ. ഈ താരത്തിൻ്റെ അകത്ത് മുഴുവനും പാത്രങ്ങൾക്കകത്ത് എന്താണെന്ന് മനസ്സിലായോ? പച്ചക്കായാണ്, പഴുത്തിട്ടില്ല, നല്ല പച്ചയാണ്. ഒരു സൈഡ് പഴുത്ത് വരുന്നതേ ഉള്ളൂ, പച്ചക്കായും. അതേപോലെ തന്നെ ഒരു പാത്രത്തിൻ്റെ അകത്ത് തേങ്ങ. നമ്മൾ കണ്ടിട്ടില്ലല്ലോ, തീർച്ചയായിട്ടും നമുക്കിതൊക്കെ ഒന്ന് കാണാൻ കൗതുകമല്ലേ. എന്താണ് ഒരു തളികയ്ക്കകത്ത് പൂവ് നിറയ്ക്കുകയാണ്. പിടിച്ചോ. അടുത്ത ഒരു തട്ടിനകത്ത് വേണ്ട വള, മുത്ത്, സ്ലൈഡ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കണ്ട. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പഞ്ചസാര. നമുക്കിതൊരു കൗതുകമല്ലേ, നമ്മളെപ്പോഴും മലയാളികളുടെ ഇതല്ലേ കണ്ടിട്ടുള്ളു. നമ്മുടെ ജാവേദ് ചൂടെടുത്തിട്ട് സഹിക്കാൻ വയ്യാതിരിക്കുക. ഇതാണ് പെണ്ണിന് മൈലാഞ്ചിക്കും ഇങ്ങനെ ഇടണം അല്ലേ? മൈലാഞ്ചി ഇട്ട് അച്ചാരം വിട്ടിട്ട് അച്ചാരം വിട്ട് ഫസ്റ്റ് നമ്മുടെ കാശിമാലയാ കേട്ടോ. നമ്മുടെ ജാവേദ് പെണ്ണിന് മൈലാഞ്ചി ഇട്ടിട്ട് ഇടാനുള്ള കാശിമാലയാണ് ഇത്. കണ്ട കൈയെടുത്ത് ഉമ്മയാണ് ഈ പിടിച്ചോണ്ട് നിൽക്കുന്നത് കേട്ടോ. മാഷാ അല്ലാഹ്. പോയി അടപ്പയ്ക്കകത്ത് ചന്ദനമാണ് കേട്ടോ. ചന്ദനം, മുല്ലപ്പൂവ്, മൈലാഞ്ചി, മൈലാഞ്ചി, വെറ്റിലപാക്ക്, വെറ്റിലപാക്ക്, തേങ്ങ. പെണ്ണിൻ്റെ ഉമ്മായും ചെറുക്കൻ്റെ ഉമ്മായുമാണ് ഈ വരുന്നത്. അവരിതാ പൊണ്ണു കൂട്ടി വരുന്നേ. മൈലാഞ്ചി ഇടാനുള്ള സംവിധാനങ്ങളാണ് കേട്ടോ. ഇതാ പൊണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി ഇതാണ് നമ്മൾ മുമ്പേ കണ്ട സംഭവങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത് കണ്ടോ. ഒരു വെറൈറ്റി അല്ലേ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവമല്ലേ. എല്ലാവരും തിളങ്ങുന്ന ഡ്രസ്സുകളാണ്. സകല എണ്ണത്തിൽ ഇതിനും വേറൊരു രസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ജാവേദ് മൈൻഡാട്ട് BEICE ബഡ്സ് ഹബീബി MSc ആണ് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. കണ്ടോ, അതും അവരെഴുതിയിട്ടുണ്ട്. നല്ല മലയാളികൾ ഇത് കണ്ടുപഠിക്കേണ്ട ഒരു സംഭവമാണ്. തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നടക്കത്തില്ല. കണ്ടോ, AN ജാവേദ് BEICE കണ്ടോ. അവരുടെ രണ്ടു പേരുടെ പേരിൻ്റെ അറ്റത്ത് ആ രണ്ടുപേരുടെ പേരിൻ്റെയും അറ്റത്തായിട്ട് കണ്ട അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു പരിപാടിയല്ലേ അത്.
عليه اللهم إنك عفو كريم നിക്കാഹ് രാത്രി فاعف തന്നെയാണ്. عنا يا كريم يا رحيم يا الله اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وادخلنا الجنة يا رب العالمين. سورة الفاتحة، سورة الفلق، سورة الإخلاص، سورة الناس. هذه هدية واصلة ورحمة نازلة ورحمة قائلة إن إلى روح نبينا صلى الله عليه وسلم. അതിന് അവര് മുല്ലപ്പൂ എടുത്തോണ്ട് പോയി. ഇത് ഇന്ന് കുറച്ച് മുല്ലപ്പൂ എടുത്തോണ്ട് പോയത് പെണ്ണിന് വെച്ചു കൊടുക്കാൻ പോവാണേ. പെണ്ണിന്റെ വായില് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്ന് തോന്നുന്നു കേട്ടോ. ആ കൊണ്ടുവച്ച പഞ്ചസാര പെണ്ണിന് കൊടുക്കുക. ആ മടിയിലിരിക്കുന്ന കർച്ചീഫിനകത്തേക്ക് ഒരു പടല പഴവും കുറച്ച് മുല്ലപ്പൂവും കൂടെ അവർ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ചടങ്ങുകളാണ്. നമ്മൾ ആദ്യമായിട്ട് കാണില്ല. ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. അടുത്തത് ആ ചെറുക്കൻ്റെ ഉമ്മാണ്. ആ പഞ്ചസാര നുള്ളിയാണ് ആ കൊച്ചിൻ്റെ വായിലിട്ട് കൊടുക്കുന്നത്. മിക്കവാറും ചടങ്ങ് കഴിയുമ്പോഴത്തേക്ക് കൊച്ചി ഷുഗർ പേഷ്യൻ്റ് ആവും. നമ്മുടെ നാട്ടിൽ മാതളമരം അനാറ് പൊട്ടിച്ചിട്ടിട്ട് കഴുത്തിന് മാല മുല്ലപ്പൂ എടുത്തിട്ട് കേട്ടോ. ഒരു വെറൈറ്റി അല്ലേ, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ചടങ്ങല്ലേ, നമ്മൾ മലയാളികൾക്ക് പുതിയതായിട്ട്. ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. പഞ്ചസാരയാണ് വായി വെച്ചു കൊടുക്കുന്നത് കേട്ടോ. ചക്കര പോടാനെന്ന് തന്നെ ഇവരും പറയുന്നത് കേട്ടോ. മധുരം കൊടുക്കുന്നതിനാണ് ഈ ചക്കര പോടുങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ബന്ധുക്കളെല്ലാവരുടെയും പഞ്ചസാര കൊടുപ്പ്, മധുരം കൊടുപ്പാണ് ഈ നടക്കുന്നത് കേട്ടോ. മാല അവര് മഹർ കൊടുക്കാൻ പോവാണ്. തലേ ദിവസം തന്നെയാണ് മൈലാഞ്ചി ഇടുമ്പം. പെണ്ണിന്റെ ഉമ്മ ആണത് കേട്ടോ. പെണ്ണിന്റെ ഉമ്മ. ഈ അറ്റത്ത് നിൽക്കുന്നത് അനുജത്തിയാണ്. മാല, ആ മാല കൈ വിരലെടുക്ക്, കൈ മാറ്റ്. പെണ്ണിന്റെ കഴുത്തിൽ മാല ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കാശുമാലയാണ്. ചെറുക്കൻ്റെ ഉമ്മയാണ് വേണ്ടത്. ഈ അറ്റത്ത് നിൽക്കുന്ന ബ്ലാക്ക് സാരി, ടീൽ ബ്ലൂ കളറിലെ ഡ്രസ്സ് ഇട്ടത് പെങ്ങളാണ്, ജാവേദിൻ്റെ പെങ്ങളാണ്. മാല ഇട്ട് കഴിഞ്ഞു. കണ്ട
ഓ ആ അമ്മ അതാ സൈഡിലെ കൊളുത്തെടുത്തിട്ട് അങ്ങ് ഇട്ടാ മതിയായിരുന്നു. അല്ല, ഞാന് യൂട്യൂബറാണ്. മലയാളിയോ? പാലക്കാട് മണ്ണാർക്കാട്. നമുക്കിത് ഞാൻ ആദ്യമായിട്ട് കണ്ടോ, എന്റെ സബ്സ്ക്രൈബേഴ്സും ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു ചടങ്ങ് കാണുന്നു. മിക്കവാറും ആ ഒരു പാത്രം പഞ്ചസാര കൊച്ചിന് കൊടുക്കുമെന്നില്ല. അപ്പൊ ഇത്രയാണ് ചടങ്ങുകൾ. ഇനി ഇതിന്ന് കുറെ പേര് പഞ്ചസാര കൊടുക്കും, കുറച്ച് മുല്ലപ്പൂ കൊടുക്കും, അത്ര തന്നെ കേട്ടാ. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഇങ്ങനെ കയറാനായിട്ട് മനസ്സിലായി. ഇതൊന്നും അല്ലടാ, അവിടെ ഫ്രണ്ടില് സ്റ്റേജിന്റെ അവിടെ നല്ല അടിപൊളിയായിട്ട് അപ്പം നെയ്ച്ചോറുണ്ട്, നമ്മുടെ ഇടിയപ്പം, പത്തിരി, അതിന് ചിക്കൻ കറി എവിടെ വിളമ്പിയത്. പക്ഷെ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഈ പുള്ളിക്കാരത്തി മാങ്ങ വേണ്ടാണ്ടോ, മാങ്ങയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, നമ്മുടെ ഇതിന് പറയുന്നത് കാച്ച ഇല്ലേ, കാച്ച എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല. അമ്മായി മാപ്പായും ഒക്കെ എന്നാ തമിഴ്നാട്ടിലായിരുന്നു, പക്ഷെ ഇങ്ങനത്തെ ഒരു കറി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പരിപ്പും ഇതോ, അത് ശരി. ഇത് മോനെ, ഇത് പരിപ്പ്, മാങ്ങ, നമ്മുടെ വഴുതനങ്ങ, കത്രിക്ക ഉണ്ടല്ലേ, കത്രിക്ക, ഉരുളക്കിഴങ്ങ്, മാങ്ങ ഒക്കെ വെറുതെ പുളി എങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്. ഒരു കറിയും വേണ്ട, ഇത് മാത്രം, ഈ ചോറ് മാത്രം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവരൊക്കെ വേണ്ടത് ചിക്കന്റെ പല വെറൈറ്റീസിലാ പിടിപാട്. വെളിയിലോട്ടൊന്ന് നോക്കിക്ക്, എന്തുമാത്രം വണ്ടികളാണത് നോക്ക്. അപ്പൊ നമ്മള് മൈലാഞ്ചി ഇടൽ ചടങ്ങെല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ നമ്മള് അവരുടെ ഉമ്മയുടെ അനുജത്തിയുടെ വീട്ടിലാണ് നമുക്ക് താമസമൊക്കെ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. കണ്ട വലിയ ഈ മാളിൻ്റെയൊക്കെ ഒരു സ്കൂളാ. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ വല്ല സിനിമ തിയേറ്റർ ആണോ, സ്കൂളാണ് സംഭവം, ഹാർവി സ്കൂൾ. അപ്പൊ നമ്മൾ ദീർഘമായ യാത്രയും മൈലാഞ്ചി കല്യാണവും ഒക്കെ കഴിഞ്ഞ് അവരുടെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.